കൂട്ടുകാരെ, ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജാവിനെ ഭയന്ന് ഈജിപ്തിൽ നിന്നും 700 മൈൽ ദൂരം സഞ്ചരിച്ച് മിദ്യാനിൽ എത്തിപ്പെടുന്ന മോശ 40 വർഷക്കാലം ജീവിച്ച സ്ഥലങ്ങളും ജീവചരിത്രങ്ങളുമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുവാനും കാണുവാനും പോകുന്നത്. വളരെ ദൂരം യാത്ര ചെയ്ത് മിദ്യാനിലെത്തിയ മോശ അവിടെ കണ്ടൊരു കിണറ്റിനരികെ ഇരുന്ന് എന്ന് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നു. ഈ കിണറ്റിന്റെ വക്കത്ത് മോശ ഇരിക്കുമ്പോൾ മിദ്യാനിലെ പുരോഹിതന്റെ പുത്രിമാർ അവരുടെ ആടുകൾക്ക് വെള്ളം കോരിക്കൊടുക്കുവാൻ അവിടേക്ക് എത്തുന്നു. അവർ തൊട്ടികളിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആട്ടിടയന്മാർ അവിടെ വന്ന് അവരെ ഓടിച്ച് അവരുടെ വെള്ളമെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ കിണറിന്റെ വക്കത്തിരിക്കുകയായിരുന്ന മോശെ ഇത് കണ്ട് ആ ആട്ടിടയന്മാരെ ഓട്ടിച്ചിട്ട് പുരോഹിതന്റെ പുത്രിമാരുടെ ആടുകൾക്ക് വെള്ളം കുടിക്കുവാൻ സഹായിച്ചു. ആ കിണറും ആ സ്ഥലങ്ങളും ആ പെൺകുട്ടികൾ ആരാണ് എന്നതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. ഈ കാണുന്നതാണ് മോശ ഇരുന്ന കിണർ. ഈ കിണറിന് ഏതാണ്ട് 3500 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അകത്ത് കല്ലും മണ്ണും അടിഞ്ഞു കിടക്കുകയാണ്. അന്നത്തെ കാലത്ത് ഇതുവഴി പോകുന്ന സഞ്ചാരികൾ വെള്ളം കുടിക്കാൻ ഈ കിണറാണ് ഉപയോഗിച്ചിരുന്നത്. മിദ്യാനിലെ പുരോഹിതനായ ഇത്രയുടെ 7 പെൺമക്കളായിരുന്നു ആടുകളെ മേയിച്ചു വന്ന ആ പെൺകുട്ടികൾ. ഈ കിണർ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തായിരുന്നു ഇത്രയും കുടുംബവും താമസിച്ചിരുന്നത്. അന്നത്തെ ദിവസം വളരെ നേരത്തെ തന്നെ ഈ പെൺകുട്ടികൾ വീട്ടിലെത്തുന്നു. നടന്ന സംഭവങ്ങൾ തന്റെ പിതാവിനോട് പറയുന്നു. പിതാവ് അവരോട് ചോദിച്ചു, നിങ്ങളെ രക്ഷിച്ച ആ മനുഷ്യനെ അവിടെ വിട്ടേച്ച് പോന്നതെന്ത്? ഭക്ഷണം കഴിപ്പാൻ വിളിച്ചു കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു അവരെ അയക്കുന്നു. അങ്ങനെ മോശെ ഇത്രയുടെ ഭവനത്തിൽ എത്തുകയും ഇത്രയോടൊപ്പം താമസമാക്കുന്നു. അല്പകാലത്തിനു ശേഷം തന്റെ 7 മക്കളിൽ ഒരാളായ സിപ്പോറയെ വിവാഹം കഴിക്കുകയും അമ്മായിയപ്പന്റെ ആടുകളെ സംരക്ഷിച്ചു 40 വർഷം അവിടെ കഴിഞ്ഞു. അവിടെ വെച്ച് തന്നെ 2 ആൺമക്കൾ മോശയ്ക്ക് ജനിക്കുന്നു. മിദ്യാൻ എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ മിദ്യാനിയരുടെ ദേശമായി പരാമർശിക്കപ്പെടുന്നു. അബ്രഹാമിന് കെറ്റൂരയിൽ ഉണ്ടായ മിദ്യാൻ എന്ന് പറയുന്ന മകനിലൂടാണ് ഈ നാടോടി ഗോത്രമായ മിദ്യാൻ വളരുന്നത്. അവർ പിന്നീട് വർഷങ്ങളുടെ പ്രയാണത്തിന് ശേഷം ഒരു സ്ഥലത്ത് വന്ന് താമസം ഉറപ്പി. ആ ദേശം പിന്നീട് മിദ്യാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നത്തെ ആധുനിക ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യം, എവിടെയാണ് മിദ്യാൻ ഭൂപടത്തിൽ സ്ഥിതി ചെയ്യുന്നത്? പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഇപ്പോൾ കണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിലെ 2-ാമത്തെ പുസ്തകമായ പുറപ്പാട് എന്ന പുസ്തകത്തിലെ 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 22 വരെ ഉള്ള വാക്യത്തിലെ ഭാഗങ്ങളാണ്. മോശെ മിദ്യാനിലെ പുരോഹിതന്റെ മകളെ വിവാഹം കഴിച്ച് 40 വർഷക്കാലം അമ്മായപ്പന്റെ ആടുകളെ മേയിച്ച് ഒരാട്ടിടയനായി ജീവിച്ച മിദ്യാൻ എന്ന യഥാർത്ഥ ദേശമാണ് നിങ്ങൾ കണ്ടത്. ഇന്നത്തെ സൗദി അറേബ്യയിലെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് ഈ ദേശം. ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളെ മിദ്യാൻ മൗണ്ടൻസ് എന്ന് അറിയപ്പെടുന്നു. ആടുകളെ മേയ്ക്കാൻ ഹോരേബ് വരെ പോയ മോശെ ദൈവവുമായി കണ്ടുമുട്ടിയതിനെ കുറിച്ചുള്ള ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാൻ നിങ്ങൾ മറക്കരുത്.